വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുമാരനാശാനെ കുറിച്ച് പഠിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നവോത്ഥാനം ഒരുവിധം പഠിച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരു, കുമാരനാശൻ തുടങ്ങിയ ഒന്ന് രണ്ട് ആൾക്കാരും കൂടെ നമുക്ക് പഠിക്കേണ്ടതില്ല. അപ്പൊ ആശാനെ പഠിക്കാം. ആശാനെ ഒരു ക്ലാസ്സിൽ മുഴുവൻ തന്നെ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ വളരെ പ്രധാനമാണ് അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് കൃതികൾ എഴുതിയിട്ടുണ്ട്. ആശാന്റെ കവിത എന്താ പറയാ, സമാഹാരങ്ങൾ, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ആശാന്റെ കൃതികളിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പഠിക്കാം കേട്ടോ. അപ്പോ ആശാന്റെ ജനനം മുതൽ മരണം വരെയും, എന്നാ ജനിച്ച് എന്നാ മരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. അച്ഛൻ, അമ്മ, അങ്ങനെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ആര്? കുമാരനാശാൻ. അപ്പൊ കുമാരനാശാൻ 1873 ഏപ്രിൽ 12-ന് 1873 ഏപ്രിൽ 12-ന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ കായിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. അപ്പൊ എവിടെയാ കുമാരനാശാൻ ജനിക്കണേ? 1873 ഏപ്രിൽ 12-നാണ് ജനിക്കണേ. തിരുവനന്തപുരം ജില്ലയിലാണ്, ചിറയൻകീഴ് താലൂക്കിലാണ്, കായിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ആശാന്റെ ജന്മസ്ഥലം കായിക്കര. ആശാൻ ജനിച്ച വർഷം 1873 ഏപ്രിൽ 12. ഏ ഇനി അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തെ, അദ്ദേഹത്തിന്റെ വീടിനെ വിളിക്കുന്നത് തൊമ്മൻ വിളാകം വീട് എന്നാണ്. അപ്പൊ ജന്മഗൃഹത്തിന്റെ പേരെന്താ? തൊമ്മൻ വിളാകം വീട്. ആശാന്റെ ജന്മഗൃഹം തൊമ്മൻ വിളാകം വീട്. ഇനി അദ്ദേഹത്തിന്റെ പിതാവും മാതാവും നാരായണൻ പെരുങ്കുടി എന്നായിരുന്നു പിതാവിന്റെ പേര്. നാരായണൻ പെരുങ്കുടി. നാരായണൻ പെരുങ്കുടി എന്നാണ് പിതാവിന്റെ പേര്. കൊച്ചുപെണ്ണ് എന്നാണ് മാതാവിന്റെ പേര്. ബുക്കുകളിൽ കാളിന്നും കാണാണ്ട്. ഇത് കൊച്ചുപെണ്ണ് എന്ന് വിളിപ്പേരായിരിക്കും. കാളി അല്ലെങ്കിൽ കൊച്ചുപെണ്ണ് എന്നുള്ളതാണ് അമ്മയുടെ പേര്. ഭാനുമതി അമ്മയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. പണ്ട് കാലത്ത്, അതായത് കൊച്ചുകുട്ടിയായിരുന്നപ്പോ കുമാരനാശാൻ അറിയപ്പെട്ടിരുന്നത് എന്താണ്? കുമാരു എന്നാണ്. എന്തായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്? കുമാരു എന്നാണ് വിളിച്ചിരുന്നത്. ഇനി ആശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിളിക്കുന്നു അല്ലെ. അപ്പൊ നവോത്ഥാനത്തിന്റെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ കവി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തത്വചിന്തകൻ ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരാണ്? കുമാരനാശൻ. അപ്പൊ ആശാൻ ആരൊക്കെയായിരുന്നു? ഒരു തത്വചിന്തകനായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയണത്, നവോത്ഥാന നായകനായിരുന്നു. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം ലഭിച്ച വ്യക്തിയായിരുന്നു അല്ലെ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച വ്യക്തി ആരാന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതും കുമാരനാശാൻ തന്നെയാണ്. ആധുനിക കവിത്രയം ആരാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലെ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ തുടങ്ങിയവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആധുനിക കവിത്രയത്തിലെ ഒരു വ്യക്തി കൂടിയാണ് ആര്? കുമാരനാശാൻ. അപ്പൊ നവോത്ഥാനത്തിന്റെ കവിയാണ്, കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ്, കേരളത്തിലെ പ്രശസ്തനായ തത്വചിന്തകനാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ അല്ലെ നവോത്ഥാന നായകനാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ്, ആധുനിക കവിത്രയത്തിലെ ഒരാൾ കൂടിയാണ്. ഇനി ആശാന്റെ കുറേയധികം കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം. ഈ കാവ്യരചനയുമായി റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ആശാന്റെ ഗുരു, ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു എന്ന് നമുക്കറിയാം. കൂടാതെ കാവ്യങ്ങൾ രചിക്കുന്നതിൽ, അതായത് കാവ്യരചനയിൽ ആശാന്റെ ഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണമ്പൂർ ഗോവിന്ദനാശാനാണ്. ആരാ? മണമ്പൂർ ഗോവിന്ദനാശാനാണ് കാവ്യരചനയിൽ ആരുടെ ഗുരു? കുമാരനാശാന്റെ ഗുരു. അദ്ദേഹം കാവ്യങ്ങളൊക്കെ രചിക്കാൻ വേണ്ടി സംസ്കൃതമൊക്കെ പഠിക്കുകയുണ്ടായി. അങ്ങനെ സംസ്കൃതം അദ്ദേഹത്തെ പഠിപ്പിച്ചത് കൊച്ചുരാമ വൈദ്യരാണ്. ആരാ പഠിപ്പിച്ച സംസ്കൃതം? കൊച്ചുരാമ വൈദ്യരാണ് സംസ്കൃതം പഠിപ്പിച്ചത്. ആരാണ്? കൊച്ചുരാമ വൈദ്യര് സംസ്കൃതം പഠിപ്പിക്കുകയുണ്ടായിട്ടാ. ഇനി അടുത്തത് SNDP
ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. SNDP ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ് പറയാ. SNDP തന്നെ മുഖപത്രം ഉണ്ട്. ഏതാ SNDP മുഖപത്രം? വിവേകോദയം. എത്രയോ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. SNDP മുഖപത്രം ഏതാ? വിവേകോദയമാണ് SNDP മുഖപത്രം. അത് സ്ഥാപിച്ചതാരാണ്? വിവേകോദയം. SNDP മുഖപത്രമായ വിവേകോദയം സ്ഥാപിച്ച വ്യക്തി ആരാണ്? കുമാരനാശാനാണ്. അതുപോലെ തന്നെ ഇനി അടുത്തത്, കുമാരനാശാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിട്ടുണ്ട്. അപ്പോ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഓരോരുത്തരുടെയും വർഷവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആശാൻ 1913 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. 1913 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അംഗമായി. 1920 കുമാരനാശാൻ ശ്രീചിത്ര സ്റ്റേറ്റ് അസംബ്ലിയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെടുകയുണ്ടായി. 13 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. 1920 ശ്രീചിത്ര അസംബ്ലിയിലേക്ക്, ശ്രീചിത്ര സ്റ്റേറ്റ് അസംബ്ലിയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്നോർക്കുക. ഇനി അടുത്തത്, ആശാൻ യൂണിയൻ ടൈൽസ് വർക്ക്സ് എന്ന പേരിൽ ഓട് ഫാക്ടറി ആരംഭിച്ചത് ആലുവയിലാണ്. ആശാൻ യൂണിയൻ ടൈൽസ് വർക്ക്സ് എന്ന പേരിൽ ഒരു ഓട് ഫാക്ടറി ആരംഭിച്ചത് എവിടെയാണ്? ആലുവയിലാണ്. ആരംഭിച്ചത് എന്നാണ്? 1921 എന്നാണ് ആരംഭിച്ചത്? 1921 കേട്ടോ. ഇനി കുമാരനാശാന്റെ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. വളരെ പ്രശസ്തനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ശിഷ്യനാണ് ആശാൻ. അപ്പൊ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും 1891 കണ്ടുമുട്ടണേ. 1891 കണ്ടുമുട്ടി. ആശാന്റെ ഇത്രയും മാത്രം കാവ്യരചനയോടുള്ള താല്പര്യവും അദ്ദേഹത്തിന്റെ കഴിവും കണക്കിലെടുത്തുകൊണ്ട് പൽപുവിന്റെ അടുത്തേക്ക്, ബാംഗ്ലൂരിലേക്ക് ആശാനെ ഉപരിപഠനത്തിനായിട്ട് പറഞ്ഞയച്ച ആള് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോ അത്യാവശ്യം കഴിവൊക്കെയുള്ള കുട്ടിയാന്ന് മനസ്സിലാക്കിയിട്ട് കുമാരനാശാനെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. ഡോക്ടർ പൽപുവിന്റെ അടുത്തേക്ക് പഠനത്തിന്, ഉപരിപഠനത്തിന് പറഞ്ഞയക്കുകയാണ് ആര്? ശ്രീനാരായണ ഗുരു കേട്ടോ. ഇനി അപ്പോ പൽപുവിന്റെ അടുത്തെത്തി. പൽപുവിന് കുമാരനാശാനെ നന്നായി ബോധിച്ചു. കുമാരനാശാനെ അദ്ദേഹം ചിന്നസ്വാമി എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപു. അടുത്തത് നമ്മൾ പറഞ്ഞു, കുമാരനാശാൻ ശ്രീചിത്ര ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 20 അംഗമായി. അതുപോലെ തന്നെ കുമാരനാശാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1913 അംഗമായി. കൂടാതെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ മലയാള കവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം? കുമാരനാശാന്റെ. അപ്പൊ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരുകൾ ഇങ്ങനെ പറയുമ്പോൾ കുറേയധികം സാമൂഹിക പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരുണ്ട്. എന്നാൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ മലയാള കവി എന്നെടുത്ത് ചോദിക്കുമ്പോൾ, ആദ്യ മലയാള കവി എന്നെടുത്ത് ചോദിക്കുമ്പോൾ ആരുടെ പേര് പറയണം? നമ്മൾ ആശാന്റെ പേര് പറയണം കേട്ടോ. ഇനി അടുത്തത്, കുമാരനാശാന് മഹാകവി പട്ടം നൽകി. അപ്പൊ നമ്മൾ പറഞ്ഞു, മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം കിട്ടിയ വ്യക്തിയാണ് ആര്? കുമാരനാശാൻ. മഹാകവി പട്ടം നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. 1922 1922 മദ്രാസ് യൂണിവേഴ്സിറ്റി കുമാരനാശാന് മഹാകവി പട്ടം നൽകി ആദരിക്കുകയുണ്ടായി. കൂടാതെ ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്ന് ബഹുമാനാർത്ഥം പുരസ്കാരം ലഭിച്ചു. ബ്രിട്ടീഷ് രാജകുമാരനിൽ നിന്ന് ബഹുമാനാർത്ഥം പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ് കുമാരനാശാൻ. അപ്പൊ മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിലാണ് കുമാരനാശാന് ഈ വെയിൽസ് രാജകുമാരന് എന്ത് കൊടുത്തത്? പട്ടും വളയും കൊടുക്കണേ. അപ്പോ അന്നൊക്കെ പട്ടും വളയും കൊടുക്കും. ഇന്നൊക്കെ അവാർഡ് കൊടുക്കുന്നതിന് പകരമാണ് അന്ന് പട്ടും വളയൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പൊ മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ കുമാരനാശാന് പട്ടും വളയും നൽകിയത് ആരാണ്? വെയിൽസ് രാജകുമാരനാണ്. ഇനി അടുത്തത്, രവീന്ദ്രനാഥ് ടാഗോറും എന്താ പറയാ ശ്രീനാരായണ ഗുരുവും സന്ദർശിച്ച വർഷം 1922. അതായത് ഇവിടെ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1891. അതുപോലെ തന്നെ ടാഗോറും അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം,
ഈ ടാഗോറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി 1922 കണ്ടുമുട്ടിയപ്പോ ഇവര് തമ്മിലുള്ള സംഭാഷണം ഉണ്ടല്ലോ തർജ്ജമ ചെയ്തത് കുമാരനാശാനാണ്. അപ്പൊ അവിടെ അത് പറയേണ്ട പ്രസക്തി ഇല്ലേ? അപ്പോ ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ 22 സന്ദർശിച്ചപ്പോ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാനെ ദിവ്യ കോകിലം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ നേരത്തെ ചിന്നസ്വാമി ആര് വിളിക്കുകയുണ്ടായി? പൽപ്പു വിളിക്കുകയുണ്ടായി. ഇനി ദിവ്യ കോകിലം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ലീലാവതി. ആരാണ്? ലീലാവതി. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവി ആരാണ്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയും കുമാരനാശാനാണ്. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആശാനാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് കുമാരനാശാൻ. അപ്പോ നമ്മൾ കുമാരനാശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിളിച്ചു. അതുപോലെ തന്നെ എന്ത് വിളിച്ചു? ചിന്നസ്വാമി എന്ന് വിളിച്ചു അല്ലെ? ചിന്നസ്വാമി എന്ന് വിളിച്ചു. ഇനി അത് വിളിച്ചത് പൽപ്പു. ദിവ്യ കോകിലം എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ചത് ആരാണ്? ലീലാവതി. ഇനി അടുത്തത് കോകിലനാദം എന്നറിയപ്പെടുന്ന ഇദ്ദേഹം തന്നെയാണ്. കോകിലനാദം. സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം തന്നെയാണ്. ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് വിളിക്കുന്നതും കുമാരനാശാനെയാണ്. ഇപ്പൊ കുമാരനാശാൻ നവോത്ഥാനത്തിന്റെ കവിയാണ്, ദിവ്യ കോകിലാണ്, ആശയ ഗംഭീരൻ, സ്നേഹ ഗായകൻ, ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ, അല്ലെ, കോകിലനാദം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ കുമാരനാശാനാണ് കേട്ടോ. ഇനി 1924 ജാനുവരി 16 ആലപ്പുഴ ജില്ലയിൽ പല്ലനയാറ്റിൽ ഉണ്ടായ റെഡിമീർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ട നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. അപ്പൊ മരിച്ചത് വർഷം, മാസം, ദിവസം, സ്ഥലം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ബോട്ടിന്റെ പേര് അപ്പൊ പഠിക്കണം. 1924 ജാനുവരി 16 ആലപ്പുഴ ജില്ലയിലെ പല്ലനയാറ്റിൽ ഉണ്ടായ റെഡിമീർ ബോട്ട് അപകടത്തിലാണ് ആര് മരിക്കണേ? കുമാരനാശാൻ മരണപ്പെടുന്നേ. ആശാൻ മരണപ്പെട്ട സ്ഥലം കുമാരകോടി എന്ന പേരിൽ അറിയപ്പെടുന്നു. ആശാൻ മരണപ്പെട്ട സ്ഥലം കുമാരകോടി എന്നറിയപ്പെടുന്നു. ആശാന്റെ സ്മാരകമുണ്ട്. സ്മാരകം തോന്നക്കലിലാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നക്കൽ. എവിടെയാണ്? തോന്നക്കൽ. കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ വേൾഡ് പ്രൈസ് എന്നറിയപ്പെടുന്നത്. ആശാൻ വേൾഡ് പ്രൈസ്. അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് ആര്? കുമാരനാശാൻ. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ. അദ്ദേഹം 1973 ഏപ്രിൽ 12 ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. 1973 ഏപ്രിൽ 12 ആശാൻ എവിടെ വരികയാണ്? ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നൊരാൾ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പൊ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അങ്ങനെ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച മുണ്ടശ്ശേരിയുടെ കൃതി ഏതാണ്? ഏത് കൃതിയിലാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ കഥാനുഗായികൾ എന്ന് പറയുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതിയിലാണ്. അപ്പൊ മനുഷ്യ കഥാനുഗായികൾ എന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതിയിൽ മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഇനി ആശാന്റെ ആദ്യത്തെ കൃതികളും അങ്ങനെ ഓരോന്നൊക്കെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അത്രയും കുറെ ഉണ്ട് പഠിക്കാൻ. കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപ്പൂവാണ്. ഇനി ആശാന്റെ ഏറ്റവും മികച്ച കലാസൃഷ്ടിയാണ് വീണപ്പൂവ്. 1907 അത് രചിക്കപ്പെട്ടത്. പാലക്കാട് ജില്ലയിൽ ജൈനിമേട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അത് രചിച്ചത്. അപ്പൊ ആശാന്റെ കൃതികളിൽ അല്ലെങ്കിൽ കലാസൃഷ്ടികളിൽ ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് വീണപ്പൂവാണ്. അത് ആശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യാണ്. പാലക്കാട് ജില്ലയിൽ ജൈനിമേട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രചിച്ച വർഷം 1907. ഇനി ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നത് മിതവാദി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ്. ആശാന്റെ വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ്? മിതവാദിയിലാണ്.
ഭാഷാ പോഷിണി മാസികയിൽ വീണപ്പൂവ് പുനഃപ്രസിദ്ധീകരിച്ച വ്യക്തിയുടെ പേരാണ് CS സുബ്രഹ്മണ്യം പോറ്റി. അപ്പൊ CS സുബ്രഹ്മണ്യം പോറ്റി എന്ന് പറയുന്ന വ്യക്തി ഭാഷാപോഷിണി മാസികയില് കുമാരനാശാന്റെ വീണപ്പൂവ് പുനഃപ്രസിദ്ധീകരിക്കുകയും കൂടി ഉണ്ടായി. കുമാരനാശാൻ അദ്ദേഹത്തിന്റെ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ ശതകമാണ്. അദ്ദേഹത്തിന്റെ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സുബ്രഹ്മണ്യ ശതകം. ഇനി കുമാരനാശാൻ ആരംഭിച്ച ഒരു അച്ചടിശാലയുണ്ട്. അദ്ദേഹം ഒരു അച്ചടിശാല 1921 ആരംഭിക്കുകയുണ്ടായി. അതിന്റെ പേര് ശാരദ ബുക്സ് ഡെപ്പോ എന്നാണ്. അപ്പൊ ശാരദ ബുക്സ് ഡെപ്പോ 1921 ആരംഭിച്ച വ്യക്തി കൂടിയാണ് ആര്? കുമാരനാശാൻ. അപ്പൊ കുമാരനാശാന്റെ ആദ്യ അച്ചടിച്ച പുസ്തകം സുബ്രഹ്മണ്യ ശതകം. കുമാരനാശാന്റെ ആദ്യ ഖണ്ഡകാവ്യം വീണപ്പൂവാണെങ്കിൽ അവസാന ഖണ്ഡകാവ്യം കരുണയാണ്. കുമാരനാശാന്റെ അവസാന ഖണ്ഡകാവ്യം കരുണയാണ്. കരുണ വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് രചിച്ചേക്കണം. ഏത് വൃത്താണ്? വഞ്ചിപ്പാട്ട് വൃത്താണ് കേട്ടോ. കരുണ രചിച്ച വൃത്തം വഞ്ചിപ്പാട്ട് വൃത്തം. എഡ്വിൻ അർണോൾഡിന്റെ പ്രശസ്ത കൃതിയായ ലൈറ്റ് ഓഫ് ഏഷ്യ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ലൈറ്റ് ഓഫ് ഏഷ്യ രചിച്ചത് എഡ്വിൻ അർണോൾഡ് ആണ്. ഏഷ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകൊണ്ട് ആശാൻ അതായത് എഡ്വിൻ അർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ വായിച്ചപ്പോ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ ഒരു കൃതി രചിക്കുകയുണ്ടായി. അതിന്റെ പേര് ശ്രീബുദ്ധചരിതം എന്നാണ്. എന്താണ് ആ കൃതിയുടെ പേര്? ശ്രീബുദ്ധചരിതം എന്നാണ് കൃതിയുടെ പേര്. അടുത്തത് AR രാജരാജവർമ്മ മരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് പ്രരോദനം എന്ന് പറയുന്ന കൃതി രചിച്ചതും കുമാരനാശാനാണ്. ഇപ്പൊ AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ച് പ്രരോദനം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? കവി ആരാണ്? കുമാരനാശാനാണ്. ഇനി അടുത്തത് മലയാളത്തില് ജാതി വ്യവസ്ഥ, അതായത് മലയാളത്തിൽ നിന്ന് പറഞ്ഞ നമ്മുടെ സമൂഹത്തില് മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ആ ജാതി വ്യവസ്ഥ, അതുപോലെ തന്നെ മാപ്പിള ലഹള തുടങ്ങിയവയൊക്കെ നമ്മൾ മലബാർ ലഹള, മാപ്പിള ലഹള, കുറേയധികം ലഹളകള് എന്താ പറയാ മലബാർ ഭാഗത്ത് നടന്നിരുന്നു നമ്മൾ പഠിച്ചു കേരളത്തിലെ കലാപങ്ങൾ പഠിച്ചപ്പോ. അപ്പൊ അത്തരം ലഹളകളെയും ജാതി വിവേചനത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ ദുരവസ്ഥ, എന്തൊരവസ്ഥ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് ആശാനാണ്. കുമാരനാശാൻ രചിച്ച ദുരവസ്ഥ എന്ന കൃതിയെ കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടി എന്ന് നമ്മുടെ EMS നമ്പൂതിരിപ്പാട് വിശേഷിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ കുമാരനാശാൻ മാപ്പിള ലഹളയെയും സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനത്തെയും കുറിച്ച് രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ദുരവസ്ഥ. അപ്പൊ ആ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതി കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടിയാണ് എന്ന് ആര് വിളിച്ചു? EMS നമ്പൂതിരിപ്പാട് വിശേഷിപ്പിക്കുകയുണ്ടായി. സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയുടെ ദുരവസ്ഥകൾക്കെതിരെ താക്കീതായ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത കുമാരനാശാന്റെ കൃതി. അപ്പൊ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കുമാരനാശാന്റെ ഏത് കൃതിയിലാണ് രചിച്ചുണ്ടാവുക? ചട്ടങ്ങൾ മാറ്റണം, ജാതി വ്യവസ്ഥ മോശമായിരുന്നു അല്ലെ? അപ്പൊ ആ ജാതി വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞത് ഏതിലാണ്? ദുരവസ്ഥയിലാണ്. അപ്പൊ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്തതും എവിടെയാണ്? ദുരവസ്ഥയിലാണ്. നെക്സ്റ്റ് വൺ വള്ളത്തോളിന്റെ കൃതിയാണ് ചിത്രയോഗം. നമ്മൾ കേട്ടിട്ടുണ്ട്. ഉള്ളൂരിന്റെ ഉമാകേരളം, പന്തളം കേരളവർമ്മയുടെ രുക്മാംഗത ചരിതം. ഈ കാവ്യങ്ങളൊക്കെ, ഇതൊക്കെ മഹാകാവ്യങ്ങളാണ്. ഈ മഹാകാവ്യങ്ങളെയൊക്കെ വിമർശിച്ച് നിരൂപണ കൃതികൾ രചിച്ച വ്യക്തിയും കുമാരനാശാനാണ്. അപ്പൊ എന്തിന്റെയൊക്കെ നിരൂപണം രചിച്ചത് അദ്ദേഹം? വള്ളത്തോളിന്റെ ചിത്രയോഗം, ഉള്ളൂരിന്റെ ഉമാകേരളം, പന്തളം കേരളവർമ്മയുടെ രുക്മാംഗത ചരിതം എന്നീ മഹാകാവ്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ആശാൻ നിരൂപണങ്ങളും രചിച്ചിട്ടുണ്ട്. ഇനി ജെയിംസ് അലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൃതിയാണ് ആസ് എ മാൻ തിങ്സ്. ഈ കൃതി ഉണ്ടല്ലോ, ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും കുമാരനാശാനാണ്. അപ്പൊ ആസ് എ മാൻ തിങ്സ് എന്ന ജെയിംസ് അലന്റെ കൃതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കുമാരനാശാൻ. ഇനി അടുത്തത്
ആനന്ദൻ, ഉപഗുപ്തൻ, ഇവരെയൊക്കെ നമ്മൾ ബുദ്ധമതം പഠിക്കും. ഇവരൊക്കെ ബുദ്ധമത സന്യാസിമാരാണ്, ആനന്ദനും ഉപഗുപ്തനൊക്കെ. അവരെയൊക്കെ കഥാപാത്രങ്ങളാക്കി ആശാൻ രചിച്ച കൃതിയാണ് ചണ്ടാല ഭിക്ഷുകിയും കരുണയും. അപ്പൊ ആനന്ദനെയും ഉപഗുപ്തനെയും കഥാപാത്രങ്ങളാക്കി ആശാൻ രചിച്ച കവിതകളാണ് ചണ്ടാല ഭിക്ഷുകി, കരുണ തുടങ്ങിയവ. കരുണയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആശാന്റെ അവസാന കൃതി കൂടിയാണ് കരുണ. ആശാന്റെ അവസാന കൃതി കൂടിയാണ് കരുണ. ലൈല മജ്നു നമ്മൾ കേട്ടിട്ടുള്ള കൃതിയാണ് ലൈല മജ്നു അല്ലെ. എന്ന കൃതിയുടെ ആ കൃതി വായിച്ച് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ ലീല രചിക്കുകയുണ്ടായി. ലീല ഏതാണ്? ലൈല മജ്നു എന്ന കൃതിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ രചിച്ച കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ലീല. ഏതാ പറയേണ്ടത് നമ്മള്? ലീല. ഇനി മദനൻ, ലീല എന്നിവരാണ് ലീലയിലെ പ്രധാന കഥാപാത്രങ്ങൾ കേട്ടോ. ഇനി ലീലയുടെ ഒരു തോഴിയുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മാധവിയാണ്. ലീലയുടെ തോഴി മാധവിയാണ്. ധ്രുവമിഹ മാംസ നിബന്ധമല്ല രാഗം എന്ന് പ്രഖ്യാപിക്കുന്നത് കുമാരനാശാന്റെ ഏത് കൃതിയിലാണ്? ഏതിലാണ്? ലീലയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാട്ടുവിൻ ചട്ടങ്ങളെ എന്ന് ദുരവസ്ഥയിൽ പറയേണ്ടായി. ധ്രുവമിഹ മാംസ നിബന്ധമല്ല രാഗം എന്ന് പ്രഖ്യാപിക്കുന്ന കുമാരനാശാന്റെ കൃതിയാണ് ലീല. ലീലയുടെ തോഴിയാണ് ആരാ? മാധവി. ലീലയും മദനനെയും കുറിച്ചിട്ടുള്ള കഥയാണ് ഏതില്? ലീലയിൽ പറയണ കേട്ടോ. ടാഗോറിനോടുള്ള ആദര സൂചകമായി ടാഗോർ വന്നു. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം 22 തർജ്ജമ ചെയ്യേണ്ടായി ആശാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ടാഗോറിനോടുള്ള ഇഷ്ടത്തോട് അല്ലെങ്കിൽ ആദര സൂചകമായിട്ട് ആശാൻ ദിവ്യകോകിലം എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുകയുണ്ടായി. അപ്പൊ ടാഗോറിനോടുള്ള ആദര സൂചകമായി ആശാൻ രചിച്ച കൃതി ഏതാണ്? ദിവ്യകോകിലം. ആശാന്റെ കൃതികളെ കുറിച്ചുള്ള സമഗ്ര പഠനമായ അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് എന്ന കൃതി രചിച്ചത് MK സാനു. അപ്പൊ ആശാന്റെ കൃതികളെ കുറിച്ച് സമഗ്രമായിട്ടൊരു പഠനമൊക്കെ നടത്തി എല്ലാ കൃതികളും വായിച്ച് മനസ്സിലാക്കി അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് എന്ന് പറഞ്ഞ കൃതി രചിച്ചതാണ് MK സാനു. ആശാന്റെ നാടകങ്ങള് വളരെ പ്രധാനപ്പെട്ട നാടകങ്ങൾ വിചിത്ര വിജയം, മൃത്യുഞ്ജയം തുടങ്ങിയവയാണ്. ഏതൊക്കെയാന്ന് പറഞ്ഞേ? വിചിത്ര വിജയവും മൃത്യുഞ്ജയവും ആശാന്റെ നാടകങ്ങളാണ് കേട്ടോ. ഇനി ആശാൻ നവോത്ഥാനത്തിന്റെ കവി എന്ന കൃതി രചിച്ചത്, അതായത് നവോത്ഥാനത്തിന്റെ കവിയാന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു നമ്മളല്ലേ. അപ്പൊ ആശാൻ നവോത്ഥാനത്തിന്റെ കവി എന്ന കൃതി രചിച്ച വ്യക്തി തായാട്ട് ശങ്കരനാണ്. ആരാ? തായാട്ട് ശങ്കരൻ. കുമാരനാശാൻ രചിച്ച നളിനി എന്ന കൃതിക്ക് അവതാരിക രചിച്ചത്. അപ്പൊ നളിനിക്ക് അവതാരിക രചിക്കുകയുണ്ടായി. ആ നളിനിയില് ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ കേട്ടുണ്ടോ? നളിനിയും ദിവാകരനുമാണ് കേട്ടോ. നളിനിയിലെ കഥാപാത്രങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നളിനിയിലെ കഥാപാത്രം നളിനിയാന്ന് നമുക്കറിയാം. ഒരാളും കൂടി ഉണ്ട്, ആരാ? ദിവാകരൻ. അപ്പൊ നളിനിയും ദിവാകരനുമാണ് നളിനിയിലെ കഥാപാത്രങ്ങള്. നളിനിക്ക് അവതാരിക രചിച്ചത് ആരാ? AR രാജരാജവർമ്മ അല്ലെ. ആരാ? AR രാജരാജവർമ്മ. ഇനി അടുത്തത് കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആശാൻ സ്മാരകം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത് തോന്നയ്ക്കൽ. അപ്പൊ അവിടെ തന്നെ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. 1958 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഇതാണ് എന്താണ് ഈ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട്. ആശാൻ സ്മാരകമാണ് പിന്നീട് സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറിയത്. അപ്പൊ ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ച് നമ്മൾ പറയണ്ടായി അല്ലെ. അദ്ദേഹം എന്താ പറയുന്നത്, എന്താ പറയാ, കുമാരനാശാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് പറയുന്ന ഒരു അല്ലെ വിശേഷിപ്പിച്ചു. അത് ഏത് കൃതിയിലാണ്? മനുഷ്യ കഥാനുകായികൾ എന്ന് പറയുന്ന കൃതിയിലാണ് വിശേഷിപ്പിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് 1958 24 അദ്ദേഹം മരിച്ചുല്ലോ. 58 ജോസഫ് മുണ്ടശ്ശേരി മുൻകൈ എടുക്കുകയും ആശാന്റെ ഒരു സ്മാരകം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു തോന്നയ്ക്കൽ. പിന്നീട് അത് ആശാൻ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറായിട്ടാ. കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിന്റെ ആദ്യത്തെ പ്രസിഡന്റ് R ശങ്കർ ആയിരുന്നു. ആരായിരുന്നു? R ശങ്കർ ആയിരുന്നു കേട്ടോ. ആദ്യത്തെ സെക്രട്ടറി പ്രഭാകരൻ, അതായത് കുമാരനാശാന്റെ മകനാണ് കേട്ടോ. ഇനി ആശാന്റെ ജീവചരിത്ര കൃതി മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നത് ആരുടെ കൃതിയാണ്? ആശാന്റെ ജീവചരിത്ര കൃതി, കുമാരനാശാന്റെ ജീവചരിത്ര കൃതി മൃത്യുഞ്ജയം കാവ്യ ജീവിതം. ഇത് ആരുടെ കൃതിയാ? MK സാനുവിന്റെ കൃതിയാണ് കേട്ടോ. ഇനി അടുത്തത്
ആശാന്റെ മറ്റു കുറച്ച് കൃതികൾ നമ്മൾ ആശാന്റെ ആദ്യകാല കൃതികൾ ഇപ്പൊ ആശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം നമ്മൾ വീണ പൂവ് എന്ന് പറയണ്ടേ, അതുപോലെ തന്നെ ആശാന്റെ ആദ്യത്തെ ആദ്യകാല കൃതികളിൽ പ്രധാനപ്പെട്ടതാണ് സുബ്രഹ്മണ്യ ശതകം, അതുപോലെ തന്നെ ശങ്കര ശതകം തുടങ്ങിയവ. സുബ്രഹ്മണ്യ ശതകവും ശങ്കര ശതകവും. ഇനി സൗന്ദര്യലഹരി ആശാൻ രചിച്ചിട്ടുണ്ട്, പക്ഷെ അത് ശങ്കരാചാര്യരുടെ കൃതി തർജ്ജമ ചെയ്തതാണ്. ശങ്കരാചാര്യരുടെ കൃതി തർജ്ജമ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മള് ഒരു സിംഹപ്രസവം എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ശ്രീ ബുദ്ധചരിതം, ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയില്, ശ്രീ ബുദ്ധചരിതം, ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയില്, സുബ്രഹ്മണ്യ ശതകം, ശങ്കര ശതകം, അതൊക്കെ പ്രധാനമാണ്. ഇനി AR രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു കൃതി രചിക്കുകയുണ്ടായി. അതാണ് നളിനിക്ക് അവതാരിക എഴുതിയ ആളാണ് അല്ലെ AR രാജരാജവർമ്മ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഇദ്ദേഹം പ്രരോദനം എന്ന് പറയുന്ന ഒരു കവിത കുമാരനാശാൻ രചിക്കേണ്ടായി. പ്രരോദനം എന്ന് പറഞ്ഞു കേട്ടോ, കൃതി രചിച്ചു. പിന്നെ ചിന്താവിഷ്ടയായ സീത കുമാരനാശാന്റെ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി കുട്ടികൾക്ക് വേണ്ടി ഒരു കവിതാ സമാഹാരം രചിക്കുകയുണ്ടായി. കുട്ടികൾക്ക് വേണ്ടി രചിച്ചാണ് പുഷ്പവാടി. കുട്ടികൾക്ക് വേണ്ടിയുള്ളത് പുഷ്പവാടി. ഇനി അടുത്തത് മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ചതാണ് ദുരവസ്ഥ. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അതിലെ കഥാപാത്രങ്ങൾ ഓർക്കണം കേട്ടോ, സാവിത്രിയും ചാത്തനുമാണ്. രണ്ട് കഥാപാത്രങ്ങൾ സാവിത്രിയും ചാത്തനുമാണ്. നമ്മൾ നളിനിയില് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാവിത്രിയും ചാത്തനുമാണ്. ഇനി അടുത്തത് ചണ്ടാല ഭിക്ഷുകി, വളരെ പ്രധാനമാണ്. ചണ്ടാല ഭിക്ഷുകിയിലെ കഥാപാത്രങ്ങളും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ബുദ്ധമത കേന്ദ്രീകൃത കാവ്യാണ് ചണ്ടാല ഭിക്ഷുകി. മാതങ്കി, ആനന്ദൻ എന്നിവർ എന്താ പറയാ പ്രധാന കഥാപാത്രങ്ങളാണ്. ഇപ്പോ ബുദ്ധമത സന്യാസിയായ ആനന്ദനോട് മാതങ്കിക്ക് തോന്നുന്ന സ്നേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ്. അതും ജാതി ചിന്തയ്ക്കെതിരെയുള്ള ഒരു കൃതി തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് വാസവദത്ത, ബുദ്ധശിഷ്യനായ ഉപഗുപ്തൻ എന്നിവരുടെ പ്രധാന കഥാപാത്രങ്ങളാണ് കരുണ. വാസവദത്തയും ഉപഗുപ്തനും അവരുടെ തമ്മിലുള്ള കഥാപാത്രങ്ങളാണ് കരുണ. അപ്പൊ കരുണയില് രണ്ട്, വാസവദത്തിനും ബുദ്ധശിഷ്യനായ ഉപഗുപ്തനാന്ന് ഓർക്കുക. പിന്നെ മണിമാല. അപ്പൊ ഏതൊക്കെയാ? സുബ്രഹ്മണ്യ ശതകം, ശങ്കര ശതകം, സൗന്ദര്യലഹരി, ശ്രീബുദ്ധചരിതം, ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയില്, ചിന്താവിഷ്ടിയായ സീത, പുഷ്പവാടി, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, മണിമാല, കരുണ. ധാരാളം കൃതികൾ ആശാൻ രചിക്കുകയുണ്ടായി അല്ലെ. ഇനി ആശാന്റെ പേരിൽ ഒരു കവിത പുരസ്കാരം ഉണ്ടല്ലോ, ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്നാണ്? 1985 മുതലാണ് ഏർപ്പെടുത്തിയത്. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ, ചെന്നൈയിലുള്ള ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ആണ്. ആദ്യമായിട്ട് ലഭിച്ചത് SI മണി എന്ന് പറയുന്ന ആൾക്കാണ്. SI മണി. പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയോ സുഗതകുമാരി ടീച്ചറാണ് കേട്ടോ. പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരി ടീച്ചർക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാനത്തിന്റെ കവി എന്നറിയപ്പെടുന്ന അല്ലെ, സാമൂഹ്യ പരിഷ്കർത്താവായ, അല്ലെങ്കിൽ പൽപ്പു ചിന്നസ്വാമി എന്ന് വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ കോകിലനാഥം, ആശയഗംഭീരൻ, സ്നേഹഗായകൻ, ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ, ദിവ്യഗോകുലം എന്നൊക്കെ അറിയപ്പെടുന്ന ആര്? കുമാരനാശാനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഏത് ചോദിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള അത്രയും അധികം 99% കൂടുതൽ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തന ചോദ്യങ്ങളാണ്. അത്രയും മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കുമാരനാശാൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത് മഹാകവിപ്പട്ടം കിട്ടിയത് അല്ലെ. കാവ്യം എഴുതാതെ, മഹാകാവ്യം എഴുതാതെ മഹാകവിപ്പട്ടം കിട്ടിയ ആൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ക്ലാസ് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും അതില് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.